ഡോക്ടർ എൻ അരുൺ ആരോഗ്യ വിദഗ്ധനും ഒപ്പം ഡോക്ടർ ചാന്ദിനി നിപ മുൻ നോഡൽ ഓഫീസർ എന്നിവരാണ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ ഡോക്ടർ ചാന്ദിനി ചെയ്തുകൊണ്ട്. ഡോക്ടർ ചാന്ദിനി, നിപയിൽ നമുക്ക് തുടങ്ങാം. കാരണം അവിടെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ ആശങ്കയോടുകൂടി നോക്കിക്കണ്ട സമയങ്ങളുണ്ട് പല കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ രോഗബാധയിൽ 46 വയസ്സുകാരൻ്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമാണെന്ന് പറയുന്നു. സമ്പർക്ക പട്ടികയിലും കൂടുതൽ പേർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ഥിതി എങ്ങനെയാണ്? നമുക്ക് നിയന്ത്രണ വിധേയമാണോ? മുൻപ് ഇത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ കൂടി ഞാൻ ചോദിക്കുകയാണ്. നമസ്കാരം. ഞാൻ 2018 നമുക്ക് നിപ്പ ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ അതായിരുന്നു ഏറ്റവും കൂടുതലായി ആളുകളെ ബാധിച്ച ഔട്ട് ബ്രേക്ക്. അന്ന് അതൊരു പുതിയ രോഗമായിരുന്നു. മാത്രമല്ല വൈറൽ എൻകഫലൈറ്റിസ് എന്ന രോഗത്തിന് ഡോക്ടർമാർ ചികിത്സിക്കുന്നുണ്ടായിരുന്നെങ്കിലും സാധാരണ വൈറൽ പനികൾ അതീവ ഗുരുതരമാകില്ല, ചികിത്സയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നിപ്പ പോലുള്ള വൈറൽ രോഗം നമ്മുടെ നാട്ടിലെത്തുന്നത്, ഒരു വൈറൽ എൻകഫലൈറ്റിസ്. അന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വളരെ വേഗം വ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷൻ ഏറ്റവും അടുത്ത് ഇടപഴകുന്നവർക്ക് മാത്രം. എന്ന് വെച്ചാൽ മറ്റ് അസുഖങ്ങളെ പോലെ നിപ്പ അത്ര പെട്ടെന്ന് പടരില്ല. ഏറ്റവും അടുത്ത് പെരുമാറുന്നവർക്ക് ഇത് കിട്ടാൻ സാധ്യതയുള്ളൂ, ഒറ്റമുറിയിലോ ക്ലോസ് കോണ്ടാക്ട്. ഇങ്ങനെ ഒരു രോഗം വന്നപ്പോൾ സത്യത്തിൽ കേരളം പകച്ചിരുന്നു. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പേർ രോഗബാധിതരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പകച്ചുപോയത്. മാത്രമല്ല ആ തരത്തിലുള്ള ഒരു രോഗത്തെ ചികിത്സിക്കാൻ ആരോഗ്യ മേഖല സജ്ജമായിരുന്നില്ല. അന്ന് അതിനു മുമ്പ് രോഗികളെ ഡോക്ടർ എങ്ങനെയാണോ ചികിത്സിച്ചത് അതിന് വ്യത്യസ്തമായി നമ്മൾ PPE, മാസ്ക്, അങ്ങനെ ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായി വന്നപ്പോൾ നമ്മൾ സത്യത്തിൽ തുടക്കത്തിലൊന്ന് പകച്ചിരുന്നു. മാത്രമല്ല അന്നത്തെ എല്ലാ സംവിധാനങ്ങളും പെട്ടെന്ന് ശക്തമാക്കിയതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് ശരിയായ രീതിയിൽ ഇടപെടാനും നമുക്ക് ഒരു പരിധി വരെ അത് നിയന്ത്രിക്കാനും സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ആ ഔട്ട് ബ്രേക്ക്. പക്ഷേ ഇന്ന് 2018 ശേഷം 2026 നമ്മൾ നിൽക്കുന്നത്. നിപ്പയ്ക്ക് ശേഷം കോവിഡ് വന്നു. മാത്രമല്ല ഒറ്റപ്പെട്ട വൈറൽ എൻകഫലൈറ്റിസ് കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ 4 ഇതുപോലുള്ള രോഗബാധിതരെ നമ്മൾ കണ്ടുപിടിച്ചു. ആരോഗ്യ മേഖല ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു. അവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മളന്ന് സ്ക്രീൻ ചെയ്തു. വേറെ ഒരാൾക്കും അവരിൽ നിന്ന് പടർന്നതായി നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ആ നിലയ്ക്ക് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും ഇപ്പം ഞാൻ ഈ രോഗിയുടെ കാര്യത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഇത്രയും കാലത്തെ പരിചയ സമ്പത്ത് ആരോഗ്യ മേഖലയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ പേഷ്യൻറ്റും ഇനിയൊരു കേസ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ വിലയിരുത്തൽ. യെസ്, തീർച്ചയായും. നമുക്ക് ഡോക്ടർ എൻ അരുൺ, ഇപ്പോൾ ഈ ഷിഗല്ല ബാധ നമ്മൾ ഈ വയനാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ വളരെ ഗൗരവത്തോടെ നമ്മൾ ആ സാഹചര്യം നോക്കിക്കണ്ടു. പക്ഷേ അത് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുകയാണ്. കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്യുന്നു, തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൂചന നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വളരെ സില്ലിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എത്രത്തോളം ഗൗരവത്തോട് സമീപിക്കേണ്ടതുണ്ട്? രോഗബാധയുടെ തോത്, അതിൻ്റെ വ്യാപനം, ബാക്ടീരിയ അത് ശരീരത്തിനുള്ളിലേക്ക് കയറുമ്പോഴുണ്ടാകുന്ന ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടോ? അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്നത്തെ സ്ഥിതി വെച്ച് എന്താണ് മുൻപരിചയമുള്ള വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ഷിഗല്ല നമ്മുടെ കൂടെ മുമ്പേ ഉണ്ട്, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ളൊരു രോഗാണു തന്നെയാണ്. ധാരാളം നമ്മുടെ ബാക്ടീരിയൽ ഡിസെൻട്രി, ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗത്തിൻ്റെ പ്രധാന കാരണം ഷിഗല്ല തന്നെയാണ്. അത് ഒരാളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പടരാൻ സാധ്യതയുള്ള ഒരു രോഗാണുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് വളരെ പെട്ടെന്ന് ഒരുപാട് പേർക്ക് വരുമ്പോഴാണ് ഇത് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് അതായത് നമ്മുടെ എല്ലാ പ്രത്യേകിച്ച് 3-ാം ലോക രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ തന്നെ ഷിഗല്ല എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും കുറച്ച് കേസുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ക്ലസ്റ്ററായിട്ട് ഒരുപാട് കേസുകൾ ഒരുമിച്ച് വരികയും അത് കുറച്ച് സീരിയസ് ആവുകയും ചെയ്യുമ്പോഴാണ് ഇതിന് പ്രാധാന്യമുള്ളത്. ഇതൊരു പ്രധാനമായിട്ടൊരു ജലജന്യ രോഗം തന്നെ പറയാം. നമ്മുടെ വൃത്തിയില്ലാത്ത വെള്ളവും അല്ലെങ്കിൽ ഭക്ഷണവും വഴി വരുന്നതാണ്. ഈ രോഗാണു നമ്മുടെ വയറ്റിലെത്തിയിട്ട് അത് പിന്നെ മലത്തിൽ കൂടെ പുറത്തേക്ക് വരുമ്പോൾ മലത്തിൻ്റെ അംശം കലർന്ന വെള്ളമോ ഭക്ഷണമോ വേറൊരാൾ കഴിക്കുമ്പോഴാണ് അത് മറ്റൊരാൾക്ക് കിട്ടുന്നത്. പക്ഷെ വളരെ ചെറിയൊരു അംശം മാത്രം
മതി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷിഗല്ല വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കൈ കൃത്യമായിട്ട് കഴുകാതെ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇതിൻ്റെ ഒരു അംശം നിൽക്കുകയും അത് വെച്ച് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുകയും അതുപോലെ തന്നെ ചിലപ്പോൾ വെറും നമ്മളെ മലത്തിൻ്റെ അംശമുള്ള വെള്ളം നമ്മുടെ മേശയിലോ ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുന്നു, അവിടെ വേറൊരാൾ ടച്ച് ചെയ്യുന്നു, അയാളുടെ വയറ്റിലേക്ക് ഇത് എത്തുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു രോഗാണുവാണ്. നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിന് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. പ്രധാനപ്പെട്ട എല്ലാ ആന്റിബയോട്ടിക്കുകളും രവീന്ദ്രൻ പാലക്കാട് ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ ചോദിച്ചോളൂ, ഡോക്ടർമാർ നമ്മോടൊപ്പം ഉണ്ട് ലൈവായി. ഹലോ സാർ, നമസ്കാരം. ഞാൻ വിളിച്ചത് പാലക്കാട് നിന്നാണ്, രവീന്ദ്രനാണ്. നമ്മൾ ഈ ഷിഗല്ല രോഗം കേരളം മുഴുവൻ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് എല്ലാ കൊല്ലവും സംഭവിക്കുന്നുണ്ട്, പലവിധ രോഗങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളൊന്നും ഇവിടുത്തെ ലോക്കൽ ബോഡീസ്, നഗരസഭകളായാലും പഞ്ചായത്തുകളായാലും കോർപ്പറേഷനുകളായാലും ഒന്നും ചെയ്യുന്നില്ല. എല്ലാ സ്ട്രീറ്റും മാലിന്യമുക്തമാണ്. മാലിന്യമുക്തമല്ല, മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രധാന കാരണം ആണെന്ന് പറഞ്ഞുകൂടെ? ഡോക്ടർ അരുൺ. അതെ, നമ്മുടെ ജലത്തിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ് കുറച്ച് കാലമായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇത് മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് എ ആയാലും മറ്റേ ടൈഫോയിഡ് ആയാലും. ഇപ്പോൾ പാലക്കാടിന് 2-3 കൊല്ലം മുമ്പ് ഒരുപാട് ടൈഫോയിഡ് കേസുകൾ ഈ 2000 തുടങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ 20 വർഷത്തിൽ ഏറ്റവും അധികം ടൈഫോയിഡ് കേസ് ഞാൻ കണ്ടിട്ടുള്ള ഒരു 3 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട്. നമ്മുടെ ജലത്തിൻ്റെ ക്വാളിറ്റി വളരെ മോശമായിട്ടുണ്ട്. കിണറിൻ്റെ ജലമായാലും മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ നിന്ന് വരുന്ന ജലമായാലും ക്വാളിറ്റി വളരെ മോശമാണ്. അത് മാത്രമല്ല, നമ്മളത് കൃത്യമായിട്ട് തിളപ്പിച്ച് തന്നെ ഉപയോഗിക്കേണ്ടി വരും. എപ്പോഴും നമ്മൾ തിളപ്പിക്കാത്ത ഒരു വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമായതുകൊണ്ട് തന്നെയാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഷിഗല്ല മാതിരിയൊക്കെ വരുമ്പോൾ നമ്മളെ പേഴ്സണൽ ഹൈജീൻ, നമ്മൾ കൈ കൃത്യമായിട്ട് കഴുകണം. പ്രത്യേകിച്ച് വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് നഖത്തിൻ്റെ വലിയ നീളമുള്ള നഖമൊക്കെ ഉണ്ടെങ്കിൽ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒരു അംശം പറ്റി പിടിക്കുമെങ്കിൽ പ്രശ്നങ്ങൾ വരാം. പ്രത്യേകിച്ച് ഈ ഹോട്ടലിലും അല്ലെങ്കിൽ ഈ ജ്യൂസ് കടകളിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ പേഴ്സണൽ ഹൈജീനും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വളരെ സ്പ്രെഡ് ചെയ്യാം. ഷിഗല്ലയുടെ ഒരു പ്രത്യേകത, ഒരു മാസം വരെയൊക്കെ അതിൻ്റെ ബാക്ടീരിയ അസുഖങ്ങളില്ലാത്ത ഒരാളിൽ നിന്ന് തന്നെ മറ്റുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഷിഗല്ലയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ ഹൈജീനും നമ്മുടെ വ്യക്തി ശുചിത്വം, അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി, ഇത് രണ്ടും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സാമൂഹികമായിട്ട് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും മറ്റ് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ ചാന്ദിനി, നമുക്കിപ്പോൾ മഴക്കാലമാണ്. മഴക്കാലത്ത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാം. കാരണം കൊതുകുജന്യമായിട്ടുള്ള രോഗങ്ങൾ, അതിൽ ഡെങ്കു അടക്കം ഒരുപാട് കേസുകൾ കാണുകയൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന നമ്മുടെ മറ്റ് വൈറൽ രോഗങ്ങളൊക്കെ തന്നെ വ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. ഡോക്ടറിലേക്ക് വരും മുമ്പ് അനുഷ എന്നൊരു പ്രേക്ഷക തിരുവനന്തപുരത്തോട് നിന്ന് ചേരുന്നുണ്ട്. അനുഷ, പറഞ്ഞോളൂ സംശയം. ഹലോ. ഹലോ. കേൾക്കാം. അതായത് ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് സർ. സാർ അരുൺ സാർ എന്തായാലും അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ ചാന്ദിനി മാമും മുൻ നോഡൽ ഓഫീസറാണ്. അപ്പൊ ഇവരുടെ ഈ ആരോഗ്യ വിദഗ്ധ അറിവ് വളരെ പറഞ്ഞോളൂ. ഹലോ അനുഷ, കേൾക്കാമോ? ടെലിഫോൺ കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഡോക്ടർ ചാന്ദിനി, അപ്പോൾ നമ്മൾ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് എത്ര കരുതലോടുകൂടി നീങ്ങേണ്ടതുണ്ട്. നമുക്ക് നിപ്പ കേസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞുവല്ലോ, ഒരുപാട് പേര് വിളിക്കുന്നത് ഷിഗല്ലയായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള കേസുകളാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് നമ്മളൊരു മുൻവിധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? എത്രത്തോളം ജാഗ്രതയോടുകൂടി നമുക്ക് സിറ്റുവേഷനെ നേരിടേണ്ടതുണ്ട്? നമുക്ക് ഈ മഴക്കാല രോഗങ്ങൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാ വർഷവും ഏകദേശം ഈ സമയത്ത് പല വീടുകളിലും പലതരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇപ്പോൾ അരുൺ സംസാരിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഒന്ന് സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്നൊരു ഉത്തരവാദിത്വമുണ്ട്. സ്ട്രീറ്റുകൾ, ഓടകൾ അതൊക്കെ ശുചിയായിട്ടിരിക്കാൻ. അതുകൂടാതെ തന്നെ നമുക്ക് റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടും പരിസരവും ഉണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് നമ്മുടെ ചുറ്റുപാട് പരിസരവും വൃത്തിയാക്കിയിടാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം.
മാത്രമല്ല ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നം വരുന്നത് മേഡം ഒന്ന് ഡോക്ടർ ഒന്ന് തുടരുക. ബിനു എറണാകുളത്ത് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ബിനു ചോദിച്ചോളൂ. ബിനു ഡോക്ടർ, ഈ നമുക്ക് ഈ ഷിഗല്ല ആണോ എന്നറിയാനായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും അതിനുള്ള ടെസ്റ്റ് ഉണ്ടോ, അതോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നറിയാനായിട്ട്? ഡോക്ടർ ചാന്ദിനി, അദ്ദേഹത്തിന്റെ സംശയം. ഗവൺമെൻറ് ഉള്ള സംവിധാനങ്ങളിലെല്ലാം ഏകദേശം പല ഹോസ്പിറ്റലുകളിലും ഇതിനുള്ള ടെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള സൗകര്യങ്ങളുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഇതിൻ്റെ ടെസ്റ്റ് ഉണ്ടാകും. അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഷിഗല്ലയാണ് എന്നുള്ളത്. അത് കൾച്ചറിലൂടെയാണ് കണ്ടുപിടിക്കുക. മലത്തിൻ്റെ കൾച്ചർ നടത്തിയിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള രോഗാണുവാണ്, അത് ഏത് തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കാണ് അതിന് അനുയോജ്യമെന്ന്. മാത്രമല്ല അതിന് PCR ടെസ്റ്റും അവൈലബിൾ ആണ്. ഡോക്ടർ ചന്ദ്രൻ, നമ്മൾ ഈ പറഞ്ഞുവല്ലോ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ, അത് കേരളത്തിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും നമ്മൾ ഈ തട്ടുകട സംസ്കാരമൊക്കെ ഉള്ളതാണ്. വൈകുന്നേരങ്ങളിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് എത്രത്തോളം ജാഗ്രതയോടുകൂടി, അതിനു മുമ്പ് ഒരു കാന്തിമതി എന്നൊരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ഇരുന്നുണ്ട്. കാന്തിമതി പറഞ്ഞോളൂ. ഹലോ, ഞാൻ ട്രിവാൻഡ്രം വലിയശാല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇവിടെ കൂടുതലും ഈ സ്റ്റാഗ്നന്റ് വാട്ടർ ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ കൊതുകുജന്യ രോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ഫിൽറ്ററിൽ തന്നെ അങ്ങനെയുള്ള വെള്ളമുണ്ട്. അപ്പോൾ വി ആർ നോട്ട് ചേഞ്ചിങ് ദ വാട്ടർ. എപ്പോൾ തീരുന്നോ ആ വെള്ളം എടുക്കുകയാണ്. അപ്പോൾ സീനിയർ സിറ്റിസൺസ് ഒക്കെ വെള്ളം കുടിക്കുന്നത് മരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഈ വെള്ളമാണ് കുടിക്കുന്നത്. അതുപോലെ കുട്ടികളും ഇപ്പോൾ ഈ സമ്മർ കഴിഞ്ഞ് ഒരു ഇത് വരുമ്പോഴത്തേക്കും ദ ആർ നോട്ട് ടേക്കിംഗ് ഈ ചൂടുവെള്ളത്തിലേക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യുന്നില്ല, കഴിയുന്ന അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വെള്ളം റീഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോക്സിസിറ്റി കൂടുമെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അപ്പോൾ എങ്ങനെയാണ് ഇതുപോലുള്ള രോഗങ്ങൾ നമുക്ക് ഭയപ്പെടാതെ നമ്മൾ എത്രമാത്രം ജാഗരൂകരായിരിക്കണം ഈ വെള്ളത്തിൽ? കാരണം വാട്ടർ ബോൺ ആയിട്ടാണ് കൂടുതൽ, ഈ ടൈഫോയിഡ് പോലുള്ളതാണ് പണ്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം അതൊക്കെ അറ്റ് ഡേ ആണ് വെച്ചിരുന്നത്, ഈ ഇത്രയും ആരോഗ്യ വിദഗ്ധരും അതുപോലെ തന്നെ മുൻ നോഡൽ ഓഫീസറും എല്ലാം ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് എക്സലൻസ് നമുക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? കാരണം വാട്ടർ ബോഡീസിൽ നിന്നാണ് എല്ലാം. കാരണം മഴയായാൽ നിങ്ങൾക്കറിയാം എങ്ങനെയായാലും ഈ ഓട വെള്ളം കലരുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ മെയിൻറ്റെയിൻ, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഈ ഫിൽറ്ററിലുള്ള വെള്ളം അങ്ങനെ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യും. ഞാനിപ്പോൾ പല ഹോസ്പിറ്റലിലും പോയി കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങനെ കുടിക്കുന്നു. അടുത്ത് തന്നെ ഈ ഡസ്റ്റ്ബിൻ ഇരിക്കും, ദേ ഡോണ്ട് കെയർ. ആ വെള്ളം തന്നെയാണ് എടുത്ത് കുടിക്കുന്നത്. പാവപ്പെട്ട ഹെൽത്ത് കെയർ ഓഫീസേഴ്സും അത് തന്നെയാണ് കുടിക്കുന്നത്. ചിലയിടങ്ങളിൽ വെള്ളം പോലും വെച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു മാറി അവർ ശുചിത്വം കൊണ്ടുവരേണ്ടത്? വെള്ളത്തിൽ പകരാതെ നമ്മൾ എങ്ങനെ, ഹൗ ഷുഡ് ബി ടേക്ക് കെയർ ഓഫ്? ചന്ദ്രി മാഡം, ഡോക്ടർ ഫിൽറ്റർ, നമ്മൾ ഈ ഫിൽറ്റർ മാറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിൽറ്ററിനോടനുബന്ധിച്ച് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിൽറ്ററിൻ്റെ വെള്ളം സുരക്ഷിതമാണ്. അതിൽ പക്ഷേ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ അത് ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടാവും അവർ വെക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ പണ്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഒരു ശീലമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് വെള്ളത്തിൻ്റെ ഇത് ഉറപ്പില്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം തിളപ്പിച്ച് ആറ്റിയ വെള്ളം ഉപയോഗിച്ചാൽ ഈ പറഞ്ഞ ഇൻഫെക്ഷൻസൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. വാട്ടർ ബോൺ ആയിട്ടില്ല, ഇപ്പം നേരത്തെ പറഞ്ഞ ഷിഗല്ല പോലുള്ള ഇൻഫെക്ഷൻസ്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുന്ന ആ പഴയ ശീലം സത്യത്തിൽ കേരളത്തിന് ഒരുപാട് രക്ഷ നൽകിയിരുന്നു. ഫിൽറ്റർ വാട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അവർ പറഞ്ഞ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിൽറ്റർ വാട്ടറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ അരുൺ, നോക്കൂ, ഇവിടെ വയനാട്ടിലെ കേസാണെങ്കിലും അവിടെ ഒരു ക്ലോറിനേഷൻ നടക്കാതെ പോയിട്ടുള്ള ഒരു കിണറിൽ നിന്നും കൈ കഴുകിയത് കൊണ്ടാണെന്ന് ആദ്യ സംശയങ്ങൾ വന്നു. പക്ഷേ പിന്നീട് അതിനുശേഷം റിസൾട്ട് വരുമ്പോൾ അപ്പോൾ ഇതിൻ്റെ സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഈ ഷിഗല്ലയുമായി ബന്ധപ്പെട്ട്? അപ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം കരുതലോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം? മഴക്കാലമാണ്, അതിന് മുൻപുള്ള ശുചീകരണ പ്രവൃത്തികളൊക്കെ നമുക്ക് നടത്തണമായിരുന്നു. അത് നടന്നിട്ടുണ്ടോ? ഇനി നമ്മൾ ഗൗരവത്തോടു കൂടി ഓരോ ദിവസവും ആരോഗ്യമന്ത്രി ഡേറ്റ പറയുന്നുണ്ട്. അത് നിപയുടെ കേസിലായാലും ഈ കേസിലായാലും ഒക്കെ ഡാറ്റ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഒരു ക്ലസ്റ്ററായിട്ട് ഒരുപാട് കേസുകൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്കതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ്.
പക്ഷേ സോഴ്സ് കണ്ടെത്തിയേ അടങ്ങുമെന്നുള്ള വലിയ അർത്ഥമില്ല. ഒരുവിധം എല്ലാം നമ്മുടെ വെള്ളമൊക്കെ ഒരു അത്യാവശ്യം മലിനമാണ്. അപ്പോൾ അതുകൊണ്ട് പലതരം സോഴ്സുകളായിരിക്കാം. സോഴ്സ് കണ്ടെത്തിയാൽ നല്ലതാണ്. പ്രത്യേകിച്ചൊരു കാരിയർ സ്റ്റേറ്റ് മാതിരി വേണമെങ്കിൽ ഷിഗല്ലയിൽ വരാം. അതായത് വലിയ അസുഖങ്ങളില്ലാത്ത ഒരാൾ അവരുടെ മലത്തിൻ്റെ കുറേശ്ശെ ഇതിൻ്റെ അംശങ്ങൾ പോവും. അവർക്ക് വ്യക്തിശുചിത്വം ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഹോട്ടലിലോ ഇതുപോലെ വല്ല തട്ടുകടയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരാളിൽ നിന്ന് ഒരുപാട് പേർക്ക് കിട്ടാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ അവർ ട്രീറ്റ് ചെയ്യുകയും അവരെ ഐസൊലേറ്റ് ചെയ്യുകയും അവർക്ക് കൃത്യമായിട്ട് ഹാൻഡ് ഹൈജീനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. അതല്ലാതെ മൊത്തത്തിൽ നമുക്ക് നമ്മുടെ കിണറാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന എല്ലാ വെള്ളവും എത്രയും നല്ല രീതിയിൽ അണുവിമുക്തമാക്കണം. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന കിണറിനാണെങ്കിൽ ആവശ്യത്തിന് 6 മാസത്തിന് കൂടുമ്പോൾ തന്നെ ക്ലോറിനേഷൻ ചെയ്യണം. പിന്നെ മാഡം പറഞ്ഞ പോലെ തന്നെ, ചാന്ദ്രി മാഡം പറഞ്ഞ പോലെ തന്നെ, പ്രത്യേകിച്ച് തിളപ്പിച്ചാറിയ വെള്ളം, കിണറിൻ്റെ വെള്ളമാണെങ്കിലും വളരെ സേഫ് ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ക്ലോറിനേറ്റഡ് ആണെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം കഴിക്കുകയാണ് നല്ലത്. പുറത്ത് പോകുമ്പോൾ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് വിശ്വാസയോഗ്യമായിട്ടുള്ള കുപ്പിവെള്ളം വാങ്ങിച്ച് കഴിക്കാം. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടുതൽ ഈ ജ്യൂസുകൾ അല്ലെങ്കിൽ ഷെയ്ക്ക് മാതിരിയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നൊക്കെ ഈ തൈര് അല്ലെങ്കിൽ മോര്, ചട്ടിണി അതുപോലെ സാധനങ്ങളൊക്കെ തന്നെ ഇവർ പച്ചവെള്ളം ഒഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിക്കുന്ന സ്ഥലങ്ങളിലാണ് പലപ്പോഴും ഈ അസുഖങ്ങൾ വരാൻ കൂടുതൽ സാധ്യത, ജലജന്യ രോഗങ്ങൾ കൂടുതൽ വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലോറിനേഷൻ കൃത്യമായിട്ട് നടത്തണം. അതുപോലെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്ത്. ഗിരീഷ് എന്ന പ്രേക്ഷകൻ ചെയ്തിട്ടുണ്ട്. ഗിരീഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. സാർ നമസ്കാരം. സാറേ, ആയിട്ട് ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പൊ മോന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇതുപോലെ പനി ബാധിച്ച് കിടക്കുന്നവര് ചിലപ്പോൾ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല, ഇടില്ല. മറ്റേ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ട നല്ല വേദനയാണ്, ആ തൊണ്ടയിൽ മുട്ടുമ്പോൾ നല്ല പെയിൻ ഉണ്ട്, ഭക്ഷണം ഇറങ്ങില്ല. അങ്ങനെയുള്ള ഒരു കണ്ടൻസി ഈ പനി വരുന്ന എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സാർ എന്താ പറയുക സാർ, എന്താ ചെയ്യും? ഡോക്ടർ എന്നാ വരുൺ? പനി ബാധിച്ച ആളുകൾക്ക് ഭക്ഷണം അധികം കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നത് പനി, പ്രത്യേകിച്ച് മഴക്കാലത്തെ പനിയിൽ കഴിക്കാവുന്ന ഏറ്റവും നല്ലത് കഞ്ഞിയാണ്. ഇളം ചൂടോടുള്ള കഞ്ഞിയുടെ വെള്ളം കുറച്ച് കുടിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും കുറച്ച് കുടിപ്പിക്കണം. ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് വല്ലാതെ ക്ഷീണിതനാവും. പിന്നെ അഡ്മിറ്റ് ചെയ്ത് ഡ്രിപ്പ് കയറ്റേണ്ടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പനിയുള്ള ഒരാളാണ് ഞാൻ പറയുക, പാരസെറ്റമോൾ 650 3 നേരം അല്ലെങ്കിൽ 4 നേരം കൊടുക്കുക. ആ പാരസെറ്റമോൾ കൊടുത്തിട്ട് പനി കുറയുന്നൊരു സമയം ഉണ്ടാവും, 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ. ആ സമയത്ത് ആൾ കുറച്ചുകൂടി കഴിക്കും. അപ്പോൾ ആ സമയത്ത് കഞ്ഞി കുടിപ്പിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. വെറും കഞ്ഞിയുടെ വെള്ളം മാത്രമായാലും മതി, വറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കാവുന്ന ORS ലായനിയാണ്. പല ഫ്ലേവേർഡ് ആയിട്ടുള്ള ORS നമുക്ക് ലഭ്യമാണ്, അതും വേണേൽ കഴിക്കാം. അപ്പോൾ എന്തെങ്കിലും ഇത്തിരി ഉപ്പുള്ള വെള്ളം ധാരാളം കഴിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ പനിയുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് ക്ഷീണിക്കുകയും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്ന സ്ഥിതി വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. ഡോക്ടർ, ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഹോട്ടലുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഒരു സ്വയം കരുതൽ സ്വീകരിക്കണം. അങ്ങ് പറഞ്ഞതുപോലെ വാണിജ്യാടിസ്ഥാനത്തിലുണ്ടാകുന്ന, ഇപ്പോൾ അറിയാമല്ലോ ഹോട്ടലുകളിലൊക്കെ തന്നെ അവർ കൈകാര്യം ചെയ്യുന്ന രീതിയായാലും പല ഹോട്ടലുകളും അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങണം. അപ്പോൾ ചില രീതിയിലൊക്കെ വിട്ടുവീഴ്ച, ഇളവുകൾ അല്ലെങ്കിൽ ആ രീതിയിൽ ഈ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മളാണത് ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ പൊതുജനാരോഗ്യം എന്ന നിലയിൽ എങ്ങനെയാണ് നമ്മൾ കടകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ, തട്ടുകടകളിലായാലും നമ്മളതൊരു സ്വയം രീതിയിൽ നിയന്ത്രിക്കുകയും നമ്മൾ മുൻകരുതലെടുക്കുകയും അതേപോലെ തന്നെ ഇത്തരം കച്ചവട സ്ഥാപനങ്ങളും അവരും മുൻകരുതൽ സ്വീകരിക്കേണ്ടിയും ചെയ്യേണ്ടത്? അങ്ങനെ ഈ കച്ചവട സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം വളരെ ശുചിത്വമുള്ളതായിരിക്കണം. അപ്പോൾ ഒന്നുകിൽ കഴിയുന്നതും തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രമേ അവിടെ പാചകം ചെയ്യാൻ പാടുള്ളൂ. ചൂടാക്കി അതായത് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പം തിളപ്പിക്കാത്ത സാധനങ്ങളാണ് എപ്പോഴും പ്രോബ്ലം. അതുകൊണ്ടാണ് ഞാൻ ചട്ടിണിയും മോരും ഒക്കെ പറഞ്ഞത്. അപ്പം അതിലാണ് ഇവർ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ തന്നെ അത് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്താൽ അത്ര കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ടാപ്പിൽ നിന്നായിരിക്കും പലപ്പോഴും അവർ ചേർക്കുക. അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന വെള്ളം, ചൂടാക്കിയ വെള്ളം, നല്ല ചൂടുള്ള വെള്ളം ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചൂടില്ലാത്ത വെള്ളമാണ്, തണുത്ത വെള്ളമാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കുപ്പിവെള്ളമാണെങ്കിൽ പൈപ്പ് ലൈൻ വഴി വരുന്ന വെള്ളം ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിൽ പലയിടങ്ങളിലും നമ്മൾ വരുന്ന വഴിക്ക് കാണാറുണ്ട്, പല സ്ഥലങ്ങളിലും. അതായത് ഈ അവിടെയൊക്കെ തന്നെ ഈ വാട്ടർ ലൈൻ പൊട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേടുപാടുകൾ ഉണ്ടാകുന്ന സമയമൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് എന്തെങ്കിലും അങ്ങനെയുള്ള സംശയങ്ങൾക്ക് ഇടയുണ്ടോ?
അതല്ല അങ്ങനെ നമ്മളിപ്പോൾ വരുന്ന നമ്മുടെ പൈപ്പ് ലൈൻ വഴി വരുന്ന വെള്ളത്തിൽ നമ്മൾ കുറച്ചുകൂടി കരുതലെടുക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ചന്ദ്രി മാഡം പറഞ്ഞ പോലെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ഏത് പൈപ്പിൽ നിന്ന് വരികയാണെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിൽറ്റർ എന്നുള്ള വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കാം. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്നൊക്കെ ചെറിയ ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടുത്തായിരിക്കും നമ്മുടെ കിണർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പൈപ്പും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ മലത്തിൻ്റെ ഒരു അംശം വെള്ളത്തിലേക്ക് കലരുന്നത്. പക്ഷെ അങ്ങനെ കലർന്നതാണെങ്കിലും ആ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സേഫാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വെള്ളമാണെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചില ആളുകൾ നല്ലോണം തിളപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി പച്ചവെള്ളം കുറച്ച് ഒഴിക്കും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പലപ്പോഴും ഹോട്ടലിലും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതും അപകടമാണ്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. അല്ലെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഫിൽറ്റർ എന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ജ്യൂസ് അടിക്കുമ്പോഴും ഷേക്ക് അടിക്കുമ്പോഴും ഒക്കെ തന്നെ ആ തരം വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സേഫാണ്. അതല്ല വെറുതെ ടാപ്പിൽ നിന്ന് വെള്ളമാണെങ്കിൽ ഒരു സേഫ്റ്റിയും നമുക്ക് പറയാൻ പറ്റില്ല.